ഹായ് മക്കളെ, ക്ലാസ് 9 CBSEയുടെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായിട്ടുള്ള നിഞ്ച ബാച്ചിൽ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് സൈലന്റ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. OTP എൻ്റർ ചെയ്ത് ജസ്റ്റ് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ക്രീനായിരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക. അവിടെ നിങ്ങൾ ഏറ്റവും മുകളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് കാണാം. ഒരു ചെറിയൊരു റെക്റ്റാങ്കിൾ ബോക്സ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏതെങ്കിലും ഓപ്ഷൻ PSC അങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും ഓൾറെഡി ഉണ്ടാവുക. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എക്സ്പ്ലോർ അതർ എക്സാംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന സ്കൂൾ പ്രിപ്പറേഷൻ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലാസ് 9 സെലക്ട് ചെയ്യുക. ക്ലാസ് 9 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? നിങ്ങൾക്ക് താഴോട്ടേക്ക് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിഞ്ച ബാച്ച് സ്റ്റേറ്റ് അല്ല, നിഞ്ച ക്ലാസ് 9 നിഞ്ച ബാച്ച് CBSE ക്ലാസ് 9 CBSE സൈഡിലൊരു ലോഗോ ആണ്. നിഞ്ച ബാച്ചിൻ്റെ ഒരു ലോഗോ കാണാൻ പറ്റും. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബേസ് പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ, ഈ 3 പ്ലാൻസിൽ ഏതാണോ ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയും ബേസ് പ്ലാൻ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇൻഫിനിറ്റി പ്ലാൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്രോ പ്ലാൻ ആണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ളത്. അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഏത് പ്ലാനാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ബൈ നൗ കൊടുക്കുക. ബൈ നൗ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ ഓൾറെഡി ടാബ് ആഡ് ആയിട്ടുണ്ടാവും. ടാബ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ടാബ് ഒഴിവാക്കാവുന്നതാണ്. ടാബ് ഒഴിവാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ നിങ്ങൾ പ്രൊസീഡ് ടു ബൈ കൊടുക്കുക. പ്രൊസീഡ് ടു ബൈ കൊടുത്തിട്ട് നിങ്ങൾ റൈസർ പേ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ പേയ്മെൻറ്റ് ഏത് ആപ്പാണോ, ഗൂഗിൾ പേ ആണോ അല്ലെങ്കിൽ ഏതാണോ നിങ്ങളെ UPI ആപ്പ് പേയ്മെൻറ്റ് ചെയ്യുന്നതിനുള്ള അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് ബാച്ച് നിങ്ങൾക്ക് പർച്ചേസ് ആയിട്ടുണ്ട്. ബാച്ചിലേക്കുള്ള ആക്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബാക്കി എല്ലാ കാര്യങ്ങളും ബാച്ചിലെ ഓരോ ഫീച്ചേഴ്സും എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ യൂട്യൂബ് വീഡിയോസായിട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒക്കെ വരികയാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം തന്നെ റിസോൾവ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അക്കാദമിക് ഇയർ നിഞ്ച ബാച്ചിൻ്റെ കൂടെ അതിഗംഭീരമായിട്ട് പഠിച്ചുകൊണ്ട് ഏറ്റവും മികച്ച റിസൾട്ട്സിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. സോ ഓൾ ദ ബെസ്റ്റ്.